BTS പെണ്ണുങ്ങളെ പോലെ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന പൂക്കി പിള്ളേരെ കടുത്ത വിമർശനങ്ങളിലും കല്ലേറിലും തളർന്ന് കടക്കണിയിൽ മുങ്ങി പൂട്ടിപ്പോകാൻ ഒരുങ്ങിയ ആ ഒറ്റമുറി കമ്പനി ഇന്ന് സൗത്ത് കൊറിയയുടെ തന്നെ എക്കണോമിയെ താങ്ങി നിർത്തുന്ന പ്രധാന പില്ലറുകളിൽ ഒന്നാണ് 100 Days 100 Story പാർട്ട് 38. ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. പെണ്ണുങ്ങളുടെ മേക്കപ്പ് ഇട്ട് നടക്കുന്നു. ഈ ഒരു വാക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും ആ 7 പേരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല. വലിയ സ്റ്റുഡിയോകളിൽ നിന്നും പ്രമുഖ TV ഷോകളിൽ നിന്നും അവർ ക്രൂരമായി റിജക്ട് ചെയ്യപ്പെട്ടു. തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു വേദിക്ക് വേണ്ടി അവർ മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു. തുടക്കകാലങ്ങളിൽ സ്വന്തം മുഖം ശരിയായി കാണിക്കാൻ പോലും അനുവദിക്കാതെ മാസ്ക് ധരിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറേണ്ട ദയനീയ അവസ്ഥ അവർ നേരിട്ടു. അർഹിച്ച അംഗീകാരങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല, പ്രമുഖ അവാർഡ് വേദികളിൽ അവരെ മനഃപൂർവ്വം അവഗണിച്ചു. അന്ന് ബിഗ് ഹിറ്റ് എന്ന അവരുടെ കമ്പനി അത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. BTS അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. പലപ്പോഴും പൈസ തികയാത്തതുകൊണ്ട് കൃത്യമായി ആഹാരം പോലും കഴിച്ചിരുന്നില്ല. എന്നാൽ ആ കുടിസ് മുറിയിൽ നിന്നുമാണ് കഥ മാറുന്നത്. TV ചാനലുകൾ വഴിയടച്ചപ്പോൾ അവർ യൂട്യൂബിലേക്ക് ഇറങ്ങി. തങ്ങൾ അനുഭവിച്ച വേദനകളെയും ഇൻസൾട്ടുകളെയും എല്ലാം അവർ മനോഹരമായ പാട്ടുകളാക്കി മാറ്റി. K-pop എന്നാൽ വെറും കാണാൻ ഭംഗിയുള്ള വിഷ്വൽസ് മാത്രമായിരുന്നില്ല, അതിനപ്പുറം ഹൃദയത്തെ തൊടുന്ന മനോഹരമായ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒരിക്കൽ അവരെ തള്ളിക്കളഞ്ഞ വെസ്റ്റേൺ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ നെറുകയിൽ ബിൽബോർഡ് സ്റ്റേജിലെ മെയിൻ അട്രാക്ഷനായി അവർ മാറിയത് ഞൊടിയിടയിലായിരുന്നു. ഇന്ന് അവർ വെറും ഒരു മ്യൂസിക് ബാൻഡ് മാത്രമല്ല, സൗത്ത് കൊറിയയെ തന്നെ താങ്ങി നിർത്തുന്ന ദ സ്ട്രോങ്സ്റ്റ് എക്കണോമിക് പില്ലർ കൂടിയാണ്. കൊറിയൻ ഭാഷയും സംസ്കാരവും അവിടുത്തെ ടൂറിസവും ഇന്ന് ലോകമെമ്പാടും ഒരു തരംഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ഈ 7 പേരുടെ കഠിനാധ്വാനമുണ്ട്. ചിലപ്പോഴൊക്കെ ലൈഫിൽ പലപ്പോഴായി റിജക്ഷനുകളും അവഗണനകളും നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും അവരുടെ ജോലി തുടരട്ടെ. സ്വയം വിശ്വസിക്കുക, ശക്തമായ കംബാക്ക് കൊടുക്കുക. കഴിവിന് മുന്നിൽ യാതൊരുവിധ സ്റ്റീരിയോ ടൈപ്പുകളും നിലനിൽക്കില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച BTSന്റെ ഈ പവർഫുൾ സ്റ്റോറി നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി.